അപ്പോൾ നമുക്ക് ഇളയ മകളെ ഇങ്ങോട്ട് ക്ഷണിക്കാം. മകളും വന്നിട്ടുണ്ട്, മകളുടെ മകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശശികുമാർ സാറിൻ്റെ ഇളയ മകൾ ഷീല റോബിൻ, അവരുടെ മകൾ ഗ്രേസ് റോബിൻ. എൻ്റെ ഇളയ മകള് ഷീല റോബിൻ, കൊച്ചുമകള് ഗ്രേസ് റോബിൻ. അവള് ക്യൂറ്റിൽ ബ്രിട്ടീഷ് സ്കൂളിലെ അധ്യാപകയാണ്. എത്ര വർഷമായി കുവൈറ്റിൽ? ഇപ്പം അറൗണ്ട് 16 years. മാരേജ് കഴിഞ്ഞ? ഇല്ല, മാരേജ് കഴിഞ്ഞ് ഞങ്ങളൊരു 5 കൊല്ലം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അങ്ങനെ എല്ലാ കൊല്ലവും വരും, 1-2 പ്രാവശ്യം ഷുവർലി വെൽക്കം. അപ്പച്ചനും അമ്മച്ചിയും ഉള്ളത് കൊണ്ട്, പ്രായമായിരിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും ഞങ്ങൾ വരും. റോബിൻ്റെ വീട്ടിലും പ്രായമായിരിക്കുന്ന അമ്മച്ചിയുണ്ട്, അതുകൊണ്ട് സോ ഇറ്റ്സ് എ മസ്റ്റ് ദാറ്റ് വി കം. പിന്നെ സാറിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിട്ടുള്ളത് ചേച്ചി ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? പുറം ലോകം കാണുന്ന ഒരു ഡയറക്ടറായിട്ടാണ്. പക്ഷേ ഏറ്റവും എനിക്ക് അപ്പച്ചനിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമ്മച്ചിയെ അത്രയും നന്നായിട്ട് നോക്കിയെന്നുള്ളതാണ്. അവസാന കാലത്ത് അസുഖമായിരുന്ന കാലത്തിൽ അപ്പോഴാണ് ആ ക്ലോസ്നെസ് ബിറ്റ്വീൻ ദം മനസ്സിലായത്. അത്രയും ബിസി ആയിരുന്ന ഒരാൾ ഒരു ഹോംലി ഹസ്ബൻഡായി മാറിയ ഒരു സ്നേഹമായിട്ടുള്ള ഒരാളായി അന്നാണ് ഞാൻ കണ്ടത്. അത്രയും നന്നായിട്ട് വേറൊരാൾ ഭാര്യയെ നോക്കുമെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു എല്ലാം. അല്ലെങ്കിൽ തന്നെ ഒരു ചിട്ടയാണ് അപ്പച്ചൻ്റെ ജീവിതത്തിൽ. ചേച്ചി പറഞ്ഞ പോലെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു സമയമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, കുളിക്കാനായിട്ട്, എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. അതേ ചിട്ടയോടുകൂടി തന്നെ അമ്മയും അവസാനം നോക്കിയത്. അത് ലൈഫിൽ മുഴുവൻ തുടർന്ന് വരുന്നത്. നിങ്ങൾക്കും ആ ചിട്ട ഉണ്ടാവും ലൈഫിൽ തീർച്ചയായിട്ടും. സാർ ഞാൻ കാര്യം കേട്ടെ, ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടാവും, ഇപ്പോഴത്തെ സിനിമയിലുള്ള മാറ്റങ്ങളും പുതിയ സിനിമയുടെ ഒരു ഇതൊക്കെ സാറ് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും അറിയാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ആസ് ഇറ്റ് ഈസ്. ഇത് വിത്ത് അപ്പോളജി ഐ എം സെയിങ്, നിങ്ങളെല്ലാം സിനിമയിൽ പ്രവർത്തിച്ചതിനേക്കാൾ ഞങ്ങൾ അടിമകളെ പോലെ പ്രവർത്തിച്ചവരാണ്, സ്ലേവ്സ്. അതുപോലെ പ്രവർത്തിച്ചു വന്നതാണ്. ആൻഡ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു വർഷത്തിൽ 13 പടം ചെയ്തെന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് എനിക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഈ അടിമകളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ? പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒരു കാര്യം തീർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോഴേക്ക് ചില ആളുകളിൽ ചില ചുമതല ഏറ്റ് കഴിഞ്ഞിട്ട് കുറേ മണിക്കൂറുകളിൽ കൊണ്ട് അത് ചിലപ്പോൾ തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് നാളെ എടുക്കാമെന്ന് പറഞ്ഞു പോകും. വി വോണ്ട്. വാട്ട് എവർ മേ ബി ദ ഡിഫിക്കൽട്ടീസ്, സ്ട്രെയിൻ, ആഗണി, ഫിനിഷ് ഇറ്റ് ആൻഡ് ഗോ. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഇട്ടേച്ച് പോവുകയാണെങ്കിൽ നീ തന്നെ വന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതിൽ വന്ന കാരണം എന്തെന്നറിയാവോ? അതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ സിനിമയുടെ പൂർണ്ണമായ ദൈവാനുഗ്രഹം. അല്ല, അത് വളരെ സത്യമാണ്. കാരണം വെച്ചാൽ അന്നത്തെ കാലത്തുള്ള ആ ഒരു ചിട്ട, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പം അവനവനീസമാണ്. എൻ്റെ കാര്യം നോക്കാന്നുള്ളതാണ്. എനിക്ക് വയ്യെങ്കിൽ ഞാൻ നിർത്തിപ്പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈവൻ എല്ലാവരും ആർട്ടിസ്റ്റ് ആയാലും ശരി, ടെക്നീഷ്യൻസ് ആയാലും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ സാറ് ആഹാരത്തിലേക്ക് എങ്ങനെയാണ്? നിർബന്ധമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആഹാരം വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എൻജോയ് ചെയ്യുന്ന ആളാണ്. നല്ല ടേസ്റ്റി ആയിരിക്കണം. അമ്മച്ചി അതുപോലെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ചൂടോടെ വേണം എല്ലാം. അപ്പോൾ സാറ് ലൊക്കേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമായിരുന്നു അന്നൊക്കെ? അതല്ല അങ്ങോട്ട് കൊടുത്തേക്കോ? ഫുഡ് കൊടുത്തേക്കും. അതിൽ ഞാൻ രാവിലെ ആവശ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ പോയി പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടാണ് പോരുന്നത്. സെർവൻ്റ് കാണും കൂടെ, അത് വണ്ടി വന്ന് ഫുഡ് എടുത്തിട്ട് പോരും. അവിടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടേത് ഫുഡ് വരുന്നത് നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് വരും, എൻ്റെ വീട്ടിൽ നിന്ന് പോകും. ടി ആർ ഓമന ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും ഫുഡ് വരും. അതെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അതിൽ ഒരിക്കലും ഫുഡ് വന്നിട്ടില്ലാത്ത ഒരാളേ ഉള്ളൂ, ബാസി സാറ്. അതെന്താണ് ഭാര്യയില്ലാത്തതുകൊണ്ട്? പക്ഷേ അദ്ദേഹത്തിനെ ഊട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമായിരുന്നു. കാര്യം ആ വന്നിരിക്കുന്ന വിഭവങ്ങളിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ട് ആസ്വദിച്ച് കഴിക്കുന്നത്
ഒരു വലിയ കാഴ്ചയായിരുന്നു. ഇത് ഇങ്ങനെ പറയുമ്പോഴാണ് സാറ് ഇപ്പോൾ കോടമ്പാക്കത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെ കാറിലൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോകളൊക്കെ പോയി പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരും നഷ്ടപ്പെട്ടു പോയി എല്ലാവരും. ഇപ്പം എന്താ തോന്നുന്നു, ഒരു വല്ലാത്തൊരു ഇത് ഒന്നുമില്ല സേ, ഇത് ദീസ് ഈസ് വേ ഓഫ് ലൈഫ്. അതുണ്ടാവും ലൈഫിൽ അങ്ങനെ പിന്നെ വി ലൈവ് ടു ഫേസ് തിങ്സ്. നമ്മുടെ കാരണവന്മാർക്ക് ഇന്നലെ അവരുടെ ചുറ്റുപാടുകൾ ഇത്രയും പിന്നെ നവീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും അവരും ഇതേ റോഡിൽ കൂടെയാണ് നടന്നു പോയത്. അവരുടെ കാലടി പതിഞ്ഞ പാതകളിൽ കൂടെ നമ്മൾ പോകുന്നു. നമ്മുടെ പുറകെ നമ്മുടെ അടുത്ത ജനറേഷനും വരും. ഇത് ദൈവം എന്ന് ലോകം അവസാനിക്കണമെന്ന് തീരുമാനിക്കൂ അതുവരെ ഈ പദയാത്ര തുറന്നുകൊണ്ടിരിക്കും. ആ നിസ്സംഗതയോടുകൂടി സാറിന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കത് അതിൻ്റെ കാര്യം എന്നറിയാമോ, വി ഹാവ് സീൻ ലോട്ട് ഓഫ് തിങ്സ്, ലോട്ട് ഓഫ് ലൈഫ്, ആൻഡ് വി ഹാഡ് സവർ ആൻഡ് സ്വീറ്റ് എക്സ്പീരിയൻസസ് വിച്ച് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിക്കുന്നത്. കയ്പുള്ളത് തുപ്പിക്കളയുന്നില്ല, മധുരമുള്ളത് കടിച്ചിറക്കുന്നില്ല. തന്നത് കൈനീട്ടി മേടിച്ച് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ദൈവം നിശ്ചയിച്ച് അത് മതി. വി ആർ ഹാപ്പി ഇൻ ലൈഫ്. കാര്യം എന്നറിയാമോ, വി ഹാവ് നോട്ട് പെർസിക്യൂട്ടഡ് ഓർ ആർക്കും ദ്രോഹം ഉണ്ടാക്കിയിട്ടില്ല, ആരും നമ്മളെയും ദ്രോഹിച്ചിട്ടില്ല. ദാറ്റ്സ് ഓൾ. അതൊരു സംവിധായകന്, ചലച്ചിത്ര സംവിധായകന് പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പാരവെപ്പിൻ്റെ ലോകമാണ് ഇപ്പോൾ. അല്ല, ഏത് മനുഷ്യനും പറയാൻ ബുദ്ധിമുട്ടാണ്. സാറ് ആ കാര്യത്തിൽ ഹാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം. അപ്പോൾ പിന്നെ പടം വല്ലതും കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. ടി വിയിലേക്ക് വരുമ്പോൾ പിക്നിക് കണ്ടിട്ടുണ്ട്. രാംനസീറൊക്കെ അല്ലേ? ആ പുതിയ പാട്ടിൻ്റെ ഒരുപാട് കണ്ടു കാണില്ല കുട്ടിക്കാലത്തേക്ക് അല്ലേ? എന്തായാലും ഈ സമാഗമം വളരെ ധന്യമായിട്ടുള്ളൊരു സമാഗമമായിട്ടാണ് തോന്നുന്നത് അമൃത ടിവിയുടെ. പ്രത്യേകിച്ച് എനിക്കും, എൻ്റെ സാറിനെ പോലെ ഇതുപോലുള്ളൊരു സീനിയർ ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ, ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഒരാൾ, ഇങ്ങനൊരു വേദിയിൽ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് സാർ. ഒപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായമായ ഒരു ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൈതൃകമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, മംഗളങ്ങൾ നേരുന്നു. എന്നേക്കും പേഴ്സണലായിട്ടും എൻ്റെ സർവ്വ കുടുംബാംഗങ്ങളുടെ പേരിലും ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും അഭിവൃദ്ധികളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ.